ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേന ഫയൽ ചെയ്ത ക്രിമിനൽ മാനനഷ്ട കേസിലാണ് മേധ പട്കർ കുറ്റക്കാരിയാണെന്ന് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി വിധിച്ചിരിക്കുന്നത്. 2006-ലാണ് മേധ പട്കറിനെതിരെ വി.കെ. സക്സേന ക്രിമിനൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. ഈ കേസിലാണ് മേധ കുറ്റക്കാരിയാണെന്ന് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് രാഘവ് ശർമ്മ ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. 2006-ൽ വിവിധ ടെലിവിഷൻ ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിലും അതുപോലെ തന്നെ പത്രപ്രസ്താവനകളിലും തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ മേധ പട്കർ നൽകിയെന്ന് ഉന്നയിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു വി.കെ. സക്സേന കേസ് ഫയൽ ചെയ്തിരുന്നത്. ആ കേസിലാണ് ഇപ്പോൾ മേധ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 2 വർഷത്തെ തടവോ അല്ലെങ്കിൽ പിഴയോ അതല്ല എങ്കിൽ ഇത് രണ്ടുമോ ഒന്നിച്ച് ലഭിക്കാവുന്ന കുറ്റമാണ് മേധ ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ശിക്ഷ പിന്നീട് കോടതി വിധിക്കുന്നതായിരിക്കും. ഈ കാലയളവിൽ അതായത് 2006-ൽ അഹമ്മദാബാദ് ആസ്ഥാനമായ ഒരു NGO-യുടെ തലവനായിരുന്നു വി.കെ. സക്സേന. അന്ന് ഈ മേധ പട്കറിന് ആ കാലയളവിൽ മേധ പട്കർ നേതൃത്വം നൽകിയിരുന്ന നർമ്മദ ബച്ചാവോ ആന്തോളനെതിരെയും മേധ പട്കറിനെതിരെയും ശക്തമായ നിലപാടായിരുന്നു ഈ സന്നദ്ധ സംഘടന സ്വീകരിച്ചിരുന്നത്. 2000-ൽ മേധ പട്കറും വി.കെ. സക്സേനയ്ക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. അന്ന് മേധ പട്കർ ആ പരാതിയിൽ ആരോപിച്ചിരുന്നത് ഈ വി.കെ. സക്സേനയും അദ്ദേഹത്തിൻ്റെ NGO-യും തങ്ങൾക്കെതിരെ അതായത് നർമ്മദ ബച്ചാവോ ആന്തോളനെതിരെ വ്യാജ പരസ്യങ്ങൾ നൽകുന്നു, പത്രങ്ങളിലും മറ്റും വ്യാജ പരസ്യങ്ങൾ നൽകുകയും അതുപോലെ തന്നെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നുവെന്നാണ്. തുടർന്നാണ് 2006-ൽ വിവിധ ഈ ടെലിവിഷൻ ഇൻ്റർവ്യൂകളിലും മറ്റും തനിക്കെതിരെ ആരോപണങ്ങൾ ഈ അപകീർത്തികരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പത്രപ്രസ്താവനകൾ നൽകുകയും ചെയ്യുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് മേധ പട്കറിനെതിരെ വി.കെ. സക്സേന ക്രിമിനൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. ഏതാണ്ട് 18 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ കോടതി ഈ കേസിൽ മേധ പട്കർ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധി വൈകാതെ തന്നെ ഈ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി വിധിക്കുമെന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്.